അങ്ങനെ നമ്മൾ പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം തന്നെ വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ഉറക്കമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് എന്താണ് ഉറക്കമൊന്നും ഒന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ് ഗൈസ്. എനിക്ക് എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ ഇക്ക കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു പേടിയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പോണ വഴിയിൽ തന്നെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കാനുള്ള സാൻഡ്വിച്ചോ ജ്യൂസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് എയർപോർട്ടിലെത്തി ഞങ്ങളെല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. കുറേ ടിസ്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഒക്കെ വഴിയെ പറയാം. ഉള്ളിലേക്ക് കയറിയ പോലെ തന്നെ തിരിച്ചിറങ്ങേണ്ടി വന്നിട്ട് വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഫ്ലൈറ്റ് പോയി ഗൈസ്. പക്ഷെ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. 9 മണിക്കാട്ടിന് ഞങ്ങൾ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇരിക്കുകയാണെങ്കിൽ നല്ല കൂളായിട്ടാട്ടോ എല്ലാം കൈകാര്യം ചെയ്തിരുന്നത്. കാരണം ഒന്നാമത്തെ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. എനിക്ക് ടെൻഷൻ തരരുതെന്നുള്ളൊരു ഇതിൽ തന്നെ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത്യാവശ്യം ഫെയർ ഉണ്ടായിരുന്നു കേട്ടോ ടിക്കറ്റിനൊക്കെ. ഓൾമോസ്റ്റ് ഒരു 48,000 അങ്ങോട്ട് ടിക്കറ്റിനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി. കുറേ നേരമായില്ലോ വന്നിട്ട്, ഭയങ്കര വിശപ്പായിരുന്നു രണ്ടാൾക്കും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്തെങ്കിലും കുടിക്കാമെന്ന്. അങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള തന്നെ ഒരു കഫേ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നു. അവിടെ നിന്ന് ഒരു ചായയും പെന്നൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ടാട്ടോ നമ്മളെ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു സെക്ഷൻ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ ഫ്ലൈറ്റ് വന്നിട്ട് എയർ അറേബ്യയാണ്. നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇരിക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഫ്ലൈറ്റ് പോയതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഫുള്ള് എക്സൈറ്റ്മെൻറ്റിലാണ് ഗൈസ്. ഫ്ലൈറ്റിൽ എങ്ങനെ ഇരിക്കും, എന്തായിരിക്കും. കാരണം എനിക്ക് ഫസ്റ്റ് ടൈം അല്ലേ, ഇതുവരെ പോയിട്ടില്ലല്ലോ. പക്ഷെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇക്ക കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ടെൻഷനും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാതും ഭയങ്കര സിമ്പിളായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ മേടിച്ച സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫ്ലൈറ്റിൻ്റെ അടുത്തൊക്കെ നടന്ന് പോവുകയാണ്. എനിക്കാണെങ്കിൽ ഈ ഫ്ലൈറ്റ് കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഫസ്റ്റ് ടൈമായിട്ടോ ഇത്ര അടുത്തിരുന്നൊക്കെ കാണുന്നത്. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇക്കാടെ ഓരോ ഉപദേശങ്ങളാട്ടോ. ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ 2 പഞ്ഞെടുത്ത് മൂക്കിലൊക്കെ വെക്കാനായിട്ട് ആൾ പറഞ്ഞു തരുന്നത്. എൻ്റെ വിചാരം എനിക്ക് തീരെ ബുദ്ധിയില്ല എന്നാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോ സാൻഡ്വിച്ച് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിലത്തെ ഫുഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ ബിരിയാണിക്കായിട്ടോ ചോദിച്ചത്. പക്ഷേ അതവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കപ്പ് നൂഡിൽസും കോഫിയൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്നും ഉറങ്ങി എണീക്കുമ്പോഴത്തേനും എയർപോർട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് അത്യാവശ്യം ദൂരം നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ലഗേജിന് വേണ്ടിയിട്ട് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. കുറേ നേരമായി വെയിറ്റ് ചെയ്ത് നിൽക്കണേ. നമ്മളെ ലഗേജ് ആണെങ്കിൽ വരുന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ലഗേജൊക്കെ കിട്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇക്കാണെങ്കിൽ ഇക്കാടെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ വന്നിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ വരും. അപ്പോൾ കാണാൻ മറക്കണ്ട. ബൈ.